ഞാൻ നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ പഴയതും പുതിയതുമായ ശബ്ദം. ആദ്യം പഴയ ശബ്ദം. ചിറ്റൂരൊക്കെ എങ്ങനെയാ ഓണം ഇത്തവണ? ഓണം അടിപൊളിയാണ്. ചിറ്റൂരൊക്കെ നല്ല കള്ള് കിട്ടുന്ന സ്ഥലമല്ലേ? കള്ള് ചിറ്റൂരിന്നാണ് ഇവിടേക്കൊക്കെ വരുന്നത്. കേരളത്തിലേക്ക് അധികം ഭാഗത്ത് വരുന്നത് ചിറ്റൂർ ഭാഗത്തു നിന്നാണ് കള്ള് വരുന്നത്. വളരെ ഹാപ്പി അവിടെ മനുഷ്യരെല്ലാവരും. അവിടെ എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, ആദിത്തമ്പുരാനെ മുതലാളി അടി അടിയോടി അങ്ങാടിയിൽ ആടുതാമിയുള്ള തുണിവർക്കൊളിന്ന് കാണുമായിരുന്നു. ആഹാ ആഹാ. ഇതൊക്കെ ഇത് അദ്ദേഹത്തിന്റെ ഹോം എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. നിനക്ക് 5 മിനിറ്റ് ഫ്രീ ആണോടാ? പറോപ്പ. പണ്ട് 10-48 കൊല്ലം മുമ്പ് പപ്പയുടെ ലൈഫിലുണ്ടായ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അമ്മച്ചിയുടെ അണിയിൽ ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ ഒരു ലാൻഡ് മാസ്റ്റർ കാറുണ്ടായിരുന്നു. അത് ഈ കയറാനുള്ള കൊതി കൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കും, അങ്ങ് പൊന്മുടിയിൽ. അപ്പൊ നമ്മുടെ ബൈജു കലാകാരൻ ഇവിടെ ബൈജു 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 സ്വദേശം മുക്കം. അപ്പൊ നമുക്ക് കുതിരട്ടും പപ്പച്ചേട്ടുണ്ട്. നമ്മക്കുഞ്ഞ് പൈസ അങ്ങനെ വീട് ഇട്ടിട്ടോ പെങ്ങളി പറ്റിച്ച് ദുബായി പോയി ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളക്കടത്ത് നടത്തി. അവർ അറബിനും പറ്റിച്ച് സ്വർണ്ണ ബിസ്കറ്റ് കത്തിരിച്ച അമ്മ ഒരു വിലവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഗതി എന്തായാലും ഇവിടെ ഓണത്തിൻ്റെ പച്ചക്കറി ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ വിലവ്. അരികല മൊയ്തൊട്ടിക്കുക ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവർക്കും ബിസ്ക്കറ്റ് തന്നെ. ഏത് ബിസ്ക്കറ്റാ? പട്ടിക്ക് കൊടുക്കും ബിസ്ക്കറ്റ്. കയ്യ് വെച്ച് അടിക്കലാടാ. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചാളി, ആരും കയ്യടി പോന്നോട്ടെ. അപ്പൊ കൊള്ളാം. നമുക്ക് വി എസിന്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ മോഡുലേഷൻ. ഓക്കെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ തലമുറകൾ തകർത്തോണം എന്ന് പറയുന്ന ഈ TV ഷോ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത്, അമ്മമാരോടാണ് പറയാനുള്ളത്, ഓണമെല്ലാം തകർത്തോളം പേമാരികളും ഉരുൾപൊട്ടുകളും വന്നിട്ട് നമ്മൾ മൺമറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയം എല്ലാവരും അടിച്ച് പൊളിക്കൂ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു സർ.